ഓസ്ട്രേലിയൻ പുരോഹിതനായ ഫാദർ ലിയാം ബ്രയാൻ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. സർഫിംഗ് പ്രീസ്റ്റ് എന്നാണ് ആ പേര്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തി. അതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. സർഫിംഗ് ചെയ്യുന്നതിനിടെയായിരുന്നു വൈദികൻ ഒരു കാഴ്ച കാണുന്നത്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ബീച്ചിൽ ഒരപ്പനും മകനും കടലിൽ മുങ്ങിത്താഴുന്നതായിരുന്നു ആ കാഴ്ച. അവർ എന്നിൽ നിന്നും കുറച്ചധികം ദൂരെയായതിനാൽ തന്നെ ഞാൻ അലറിക്കൊണ്ട് അവരെ വിളിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ സമയം പ്രതികരണമൊന്നും ലഭിച്ചില്ല. അങ്ങനെ ഉടൻ തന്നെ ഞാൻ അവർക്കരികിലേക്ക് തിരിച്ചു. അടുത്തെത്തിയപ്പോൾ അവർ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സർഫിംഗ് ബോർഡിൽ കയറി. ഫാദർ റയാൻ പറഞ്ഞു, ഈ പ്രദേശം ഒരു ടൂറിസ്റ്റ് മേഖലയായതിനാൽ തന്നെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നീന്തലറിയാത്തവർ പോലും ഇറങ്ങുകയും ശാന്തമായിരിക്കുന്ന സമുദ്രത്തിൽ പെട്ടെന്നുണ്ടാകുന്ന വേലിയേറ്റം അടിത്തട്ടിലേക്ക് അവർ മുങ്ങിപ്പോകാനും അതുവഴി ജീവൻ നഷ്ടപ്പെടാനും സാധ്യതയുണ്ടെന്ന് വൈദികൻ പറയുന്നു. ഇത് രണ്ടാം തവണയാണ് ഫാദർ ലിയാം ബ്രയാൻ സമുദ്രത്തിൽ വെച്ച് അത്ഭുതകരമായി ഒരാളെ രക്ഷിക്കുന്നത്. 5 വർഷം മുൻപ് പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ ബങ്കർ ബേയിൽ വെച്ച് ഒരു സർഫറെ സ്രാവിൻ്റെ ആക്രമണത്തിൽ നിന്നും വൈദികൻ രക്ഷപ്പെടുത്തിയിരുന്നു. എന്നിരുന്നാലും ഏറ്റവും ഒടുവിലെ രക്ഷാപ്രവർത്തനത്തിനാണ് അതിനേക്കാളും റിസ്ക് എടുത്തതെന്ന് വൈദികൻ പറയുന്നു. അജപാലന ശുശ്രൂഷകൾക്കൊപ്പം സമുദ്രത്തിൽ നീന്തുന്നതിനും സർഫിംഗ് നടത്തുന്നതിനും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയനാണ് ഈ വൈദികൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സർഫിംഗ് പ്രീസ്റ്റ് എന്ന് സോഷ്യൽ മീഡിയയിൽ വിശേഷിപ്പിക്കുന്നത്.